السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يضلله الله فلا مضل له ومن يضلله الله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റുവിൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതൊരു സ്വലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നാമുമായി ബന്ധപ്പെട്ടവർ, അവരുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗവും സന്തോഷവും റാഹത്തുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രതീക്ഷയുടെ യുവത്വങ്ങളെന്ന സമകാലികമായ വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വിരാമം കുറിക്കാം. നാമൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നശ്വരമായ ദുനിയാവിന്റെ തൊലിപ്പുറത്തിലേക്ക് എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വിടുന്നത് കേവലം ഉമ്മായുടെ ഗർഭപാത്രത്തിൽ ഒരു സ്രവിക്കപ്പെട്ട ബിന്ദു മാത്രമായിരുന്നു നാം. അവിടെ നിന്ന് രക്തകഷ്ണമായി മാംസപിണ്ഡമായി ഒരു മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമി ലോകത്തിലേക്ക് സൃഷ്ടിച്ചു വിടുകയാണ്. ആ ഒരു സൃഷ്ടിപ്പിന്റെ കാലം മുതൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒക്കെ ഒരുപാട് കാലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളായി മാറുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ബാല്യകാലം, നമ്മുടെ യൗവനകാലം, യുവത്വകാലം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകിയത്, അവന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സുവർണകാലം എന്നുള്ളത് അതവന്റെ യുവത്വകാലമാണ്. ആ യുവത്വകാലത്തെ ഒരു മനുഷ്യൻ എങ്ങനെ വിനിയോഗിക്കുന്നു, ആ യുവത്വകാലത്ത് അവൻ എങ്ങനെ ചെലവഴിക്കുന്നുവോ അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ കോടതിയിൽ അവൻക്ക് നൽകുന്ന സ്ഥാനങ്ങൾ എത്രയാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ യുവാക്കൾക്കിടയിലുള്ള ഇന്നത്തെ യുവത്വങ്ങൾ പ്രതീക്ഷയാണോ അപ്രതീക്ഷമാണോ എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെ യുവാക്കൾ ഇന്ന് ഓരോരുത്തരും കാണിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ ജീവിതത്തിൽ അവരറിയാതെ വന്നുപോയതും അവരറിഞ്ഞു വന്നുപോയതുമായ ചെറുതും വലുതുമായ ഓരോ പ്രശ്നങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നാം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവത്വ കാലഘട്ടമില്ലേ, അതൊരു പ്രധാന കാലഘട്ടമാണെന്ന് നാം പറഞ്ഞില്ലേ. ആ കാലഘട്ടത്തിൽ തന്നെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. നിഅമതാനി മഅബൂനം ഫീഹിമാ കസീറൻ മിനന്നാസ് സിഹതി വൽ ഫറാഹ്. അധിക ജനങ്ങളും വഞ്ചിതരാകുന്നത് രണ്ട് കാര്യങ്ങളുടെ മേലാണ്. ഏതൊക്കെയാണെന്നറിയുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മുഅ്മിനീങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ഹബീബായ തങ്ങളെ ഹബീബായ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ രണ്ട് കാര്യത്തിൽ ഒന്ന് ഒഴിവു സമയമാണ്, മറ്റതവന്റെ ആരോഗ്യമാണ്. യുവത്വകാലം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടുകൂടി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്തുകളെ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരം ആ സമയമാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നത് രണ്ട് കാര്യങ്ങൾ. അതാണ് ഒഴിവ് സമയമില്ലേ ഇന്നത്തെ സമുദായത്തെ ആളുകളെ, ഇന്നത്തെ യുവത്വമാവട്ടെ മറ്റുള്ളവരാവട്ടെ, അവർ എന്തിനേക്കാണ് വിനോദിക്കുന്നത്? അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സന്നിധിയിലെത്തിയാൽ, നാളെ മഹ്ശറാവൻ സഭയിൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ അള്ളാഹു നമ്മോട് 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച്, നമ്മുടെ എല്ലാത്തിനെ കുറിച്ചിട്ടും അല്ലാഹു ചോദിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ യുവത്വം എങ്ങനെ ഏത് രീതിക്ക് ചെലവഴിച്ചു എന്ന് നാം മറുപടി പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നാമൊക്കെ യുവത്വത്തിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ ഈ യുവത്വകാലം സുവർണ കാലഘട്ടമാണ്. അതിനാ മാക്സിമം പരമാവധി അല്ലാഹുവിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക. നാഥൻ സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതോടുകൂടെ ഉൽജ വിഭാഗത്തിന്റെ